ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് പോർഷൻ HTML എന്ന പോർഷൻ്റെ സെക്കൻഡ് ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HTMLൻ്റെ വേർഷൻസും അതുപോലെ HTMLൻ്റെ ബേസിക് ടാഗ്സ് വെച്ചുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമുമാണ് ചെയ്തത്. ഇവിടെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. ഇത് WPൻ്റെ തിയറി ക്ലാസ്സാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് തിയറിക്കും ലാബിലാണെങ്കിലും നമുക്ക് ഒരേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ ഞാൻ കുറച്ചുകൂടി തിയറി ഓറിയൻറ്റഡ് ആയിട്ടാണ് ടാഗ്സ് ഒക്കെ പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ അത് കേൾക്കുക. ദെൻ നമ്മൾ ആ ലാബിൻ്റെ ക്ലാസ്സിൽ കുറച്ചും കൂടി പ്രോഗ്രാം ചെയ്യുന്നതും അതിൻ്റെ ഔട്ട്പുട്ടും ആ രീതിയിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും ഒരേ കാര്യങ്ങളാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി തിയറി ആയിട്ട് നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് ടാഗ്സൊക്കെ കറക്റ്റായിട്ട് തിയറിയിൽ പേപ്പറിൽ എഴുതണം. അതേപോലെ ലാബിലും സെയിം കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ലാബാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ നമ്മൾ തിയറി ഓറിയൻറ്റഡ് ആയിട്ട് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടാഗാണ് ഡോക് ടൈപ്പ് HTML. ഡോക് ടൈപ്പ് HTML എന്ന് പറഞ്ഞത് ഇറ്റ് ഇൻഫോംസ് ദി ബ്രൗസർ അബൌട്ട് ദി ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്. അതായത് ഈ ഡോക്യുമെൻറ്റിൻ്റെ ടൈപ്പ് ഏതാണെന്ന് ബ്രൗസറിനെ ഇൻഫോം ചെയ്യുന്നൊരു ലൈനാണിത്. ഓക്കെ, അതായത് നോക്കുക, സിമ്പിൾ കാണാം നിങ്ങൾക്ക്. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക, ദെൻ ഡോക് ടൈപ്പ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, ഒരു സ്പേസ് കൊടുത്ത് സ്മോൾ ലെറ്ററിൽ HTML എന്ന് എഴുതി. ഓക്കെ, ഈ ഒരു ലൈന് നമ്മൾ HTML ഡോക്യുമെൻറ്റിൻ്റെ ഫസ്റ്റ് ലൈനിൽ കൊടുക്കുന്ന ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമല്ല. HTML5 വേർഷൻ്റെ കേസിൽ ഈ ഒരു ലൈൻ എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഔട്ട്പുട്ടൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്? ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ് ആൻഡ് വേർഷൻ ഓഫ് HTMLൻ്റെ വേർഷൻ ഏതാണെന്നും ഈ ലൈൻ വെച്ച് മനസ്സിലാവും. കാരണം ഈ ഒരു ലൈൻ എഴുതുന്നത് HTML5 വേർഷനിലാണ്. ഓക്കെ, ഡോക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് ടൈപ്പ് ഡിക്ലറേഷൻ, ഡോക്യുമെൻറ്റിൻ്റെ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്ന ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ലൈനിൻ്റെയും ഏറ്റവും ടോപ്പിലായി ബിഫോർ ഓൾ അതർ എലമെൻറ്റ്സ്, എല്ലാ എലമെൻസിൻ്റെയും മുമ്പായിട്ട് ഫസ്റ്റ് എഴുതേണ്ട ലൈനാണ് ഇത്. എഴുതുകയാണെങ്കിൽ ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ദെൻ ബേസിക് HTML ടാഗ്സ്. HTMLൻ്റെ ബേസിക് ടാഗ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്യാണ്. ഏതൊക്കെയായിരുന്നു? HTML ടാഗ് അല്ലേ. HTML ടാഗ് എന്തിനുള്ളതാണ്? അതാണ് നമ്മുടെ HTML ഡോക്യുമെൻ്റ് ആണെന്ന് ഡിഫൈൻ ചെയ്യുന്ന ലൈന്. ഈ HTMLൻ്റെ ഓപ്പണിംഗ് ടാഗിനും /HTML എന്ന ക്ലോസിംഗ് ടാഗിനും ഇടയിലാണ് ബാക്കി എല്ലാ ടാഗ്സും നമ്മൾ എഴുതേണ്ടത്. ദെൻ ഹെഡ് ടാഗ് എന്തിനാണ്? ഹെഡ് എന്ന ഓപ്പണിംഗ് ടാഗിനും ഹെഡ് എന്ന /head എന്ന ക്ലോസിംഗ് ടാഗിനും ഇടയിലാണ് ടൈറ്റിൽ എന്ന ടാഗ് എഴുതേണ്ടത് അല്ലേ. അതുകൂടാതെയും പല ടാഗ്സ് ഉണ്ട് കേട്ടോ ഹെഡിനകത്ത് എഴുതേണ്ടത്. അത് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. ദെൻ ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗാണ്. ഇറ്റ് മെൻഷൻസ് ദി ടൈറ്റിൽ ഓഫ് ദി ഡോക്യുമെൻറ്റ്. ദെൻ ബോഡി എന്ന ഓപ്പണിംഗ് ടാഗിനും /body എന്ന ക്ലോസിംഗ് ടാഗിനും ഇടയിലാണ് നമ്മൾ വെബ് പേജിനകത്ത് വരുന്ന എല്ലാ കണ്ടൻസിൻ്റെയും ടാഗ്സ് എഴുതേണ്ടത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ്. ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെബ് പേജിലുള്ള ആ ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി പല ടാഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ടാഗ്സും നമുക്ക് പഠിക്കാൻ കഴിയില്ല. എന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന കുറച്ച് ഫോർമാറ്റിംഗ് ടാഗ്സാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ്. എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ബി എന്നൊരു ഓപ്പണിംഗ് ടാഗ് കൊടുക്കുക, എന്നിട്ട് ടെക്സ്റ്റ് എഴുതുക, വെൽക്കം എന്ന് എഴുതി B എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ വെൽക്കം എന്നുള്ളത് എന്തായിട്ടുണ്ടാവും? നമ്മൾ വെബ് പേജിൽ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബോൾഡായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, വെൽക്കം എന്നുള്ളത് ബോൾഡായിട്ടുണ്ടാവും. ദെൻ ഐ എന്ന ടാഗ് ഉപയോഗിക്കുന്നത് നമ്മൾ ടെക്സ്റ്റിനെ ഇറ്റാലിക്സിലേക്ക് മാറ്റാനാണ്. അതായത് ചെരിഞ്ഞ ലെറ്റേഴ്സ് അല്ലേ, ചെരിഞ്ഞ ലെറ്റേഴ്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ടാഗ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അഗെയിൻ ആ വെൽക്കം എന്ന ടെക്സ്റ്റിനെ ഇറ്റാലിക്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഐ ടാഗ് ഉപയോഗിച്ചൊരു എക്സാമ്പിളാണിത്. ദെൻ യു എന്തിനായിരിക്കും? അണ്ടർലൈൻ. നമ്മൾ ടെക്സ്റ്റിന് ഒരു അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് യു. വെൽക്കം എന്നുള്ളത് യു എന്ന ഓപ്പണിംഗ് ടാഗിനും /u എന്ന ക്ലോസ് ടാഗിനും ഇടയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വെൽക്കം എന്നുള്ളത് ഒരു അണ്ടർലൈൻ വരച്ചിട്ടുണ്ടാവും ഈ വെൽക്കമിൻ്റെ തൊട്ട് താഴെയായിട്ട്. നെക്സ്റ്റ് പി എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ടാഗാണ്. ഇറ്റ് ഡിഫൈൻസ് ദി പാരഗ്രാഫ്. അതായത് നമുക്കൊരു പുതിയ പാരഗ്രാഫിൽ സ്റ്റാർട്ട് ചെയ്യണം, പുതിയ പാരഗ്രാഫിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് കൊടുക്കണം? P എന്ന ടാഗ് കൊടുക്കണം. അവസാനം ആ ടെക്സ്റ്റ് കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ /p എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യണം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ അതേപോലെ കാണിച്ചിട്ടുണ്ട്. P എന്ന ഓപ്പണിംഗ് ടാഗ് എഴുതി, എന്നിട്ട് അതിൻ്റെ കണ്ടൻസ് കൊടുത്തു, ദെൻ /p എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതൊരു ന്യൂ ലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സെൻറ്റർ ടാഗ് യൂസ് ചെയ്യുന്നത് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് സെൻറ്റർ. അലൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സെൻറ്ററിലേക്ക് അറേഞ്ച് ചെയ്യുക. സെൻറ്റർ വെൽക്കം /സെൻറ്റർ എന്ന് കൊടുത്താൽ വെൽക്കം സെൻറ്ററിൽ അലൈൻ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാഗാണ് ഫോണ്ട്. ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ടെക്സ്റ്റിന് നമുക്ക് പല രീതിയിൽ ഫോർമാറ്റ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആട്രിബ്യൂട്ട്സ് ഓഫ് ഫോണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഫേസ്, ഒന്ന് സൈസ്, ഒന്ന് കളറ്. അതായത് ആ ടെക്സ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, കളറ് മാറ്റി കൊടുക്കാം. അതേപോലെ ആ ഫോണ്ടിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് മാറ്റാം, അതേപോലെ നമുക്കതിൻ്റെ ഫേസും മാറ്റാം. അതായത് അതിൻ്റെ ലെറ്ററിന് എഴുതുന്ന രീതി അല്ലേ, ഫേസ് അതും മാറ്റാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഫോണ്ട് സൈസ് = 20 പിക്സൽ, ഫേസ് = ഏരിയൽ, കളർ = റെഡ്. കണ്ടോ? അപ്പോൾ ഇവിടെ ഈ ഫോണ്ട് എന്ന് പറയുന്നത് എന്താണ്, ടാഗാണ്. ടാഗിൻ്റെ വേറൊരു പേരെന്താ ഓർമ്മ ഉണ്ടോ? ടാഗ് അല്ലെങ്കിൽ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഫോണ്ട് എന്ന എലമെൻറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള 3 ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ് ഇവിടെ നോക്കിയേ. സൈസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്, ഫേസ് എന്ന് പറയുന്നത് അടുത്ത ആട്രിബ്യൂട്ടാണ്, കളർ എന്ന് പറയുന്നതും ഒരു ആട്രിബ്യൂട്ടാണ്. അപ്പോൾ സൈസ് എന്ന ആട്രിബ്യൂട്ടിന് ഞാൻ എന്താ വാല്യൂ കൊടുത്തത്, സൈസിന് ഞാൻ 20 പിക്സൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൻ്റെ ഒരു ആട്രിബ്യൂട്ട് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ സൈസ് അല്ലേ. അപ്പോൾ സൈസ് ഞാൻ 20 പിക്സൽ കൊടുത്തു. അപ്പോൾ വാല്യൂ കൊടുക്കുമ്പോൾ ഡബിൾ കോട്ട്സിൽ വേണം വാല്യൂ കൊടുക്കാൻ. ഫേസ് എന്ന് പറഞ്ഞിട്ട് ഏരിയൽ എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾ അതേപോലെ വേർഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഫേസിന് വാല്യൂ കൊടുക്കാൻ നിങ്ങൾക്ക് കാണാം. ടൈംസ് ന്യൂ റോമൻ നിങ്ങൾ പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഏതൊക്കെ കൊടുക്കാം എന്നുള്ളത് നോക്കാം. ദെൻ കളർ ഞാൻ എന്ത് ചെയ്തു, റെഡ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാഗാണ് ഫോണ്ട്. ഫോണ്ട് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. ഫോണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം, അതേപോലെ സൈസ് യൂസ് ചെയ്യാം, കളർ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടാഗാണ് BR. BR എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ടാഗാണ്. ബ്രേക്ക് ടാഗ് ഈസ് എം ടി ടാഗ്. ഈ ബ്രേക്ക് ടാഗിന് നമുക്ക് എം ടി ടാഗ് എന്ന് വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, /BR എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ടാഗിനെ പറയുന്നതാണ് എം ടി ടാഗ്. അതായത് ബ്രേക്ക് ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ C പ്രോഗ്രാമിൽ /n പഠിച്ചിട്ടില്ലേ, എന്തിനാണ് ഉപയോഗിക്കുന്നത് /n? ന്യൂ ലൈൻ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ന്യൂ ലൈൻ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് BR. HR എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റൂളാണ്. അതായത് നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈന് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് HR. ഇറ്റ്സ് ഓൾസോ ആണ് എം ടി ടാഗ്. എം ടി ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ, എം ടി ടാഗ് എന്ന് പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. /HR എന്ന് പറഞ്ഞൊരു ടാഗില്ല. ഓക്കെ, അടുത്ത ടാഗാണ് SUB. SUB എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് SUB. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ നോക്കാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ H2O എന്ന് എഴുതാറില്ലേ, H2O കെമിസ്ട്രിയിൽ. അതിൽ 2 എന്ന് പറയുന്നത് എങ്ങനെയാണ്, Hൻ്റെ സബ്സ്ക്രിപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ആ 2 എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റായിട്ട് താഴെ ചെറുതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. H എന്ന് എഴുതുക, SUB എന്ന ടാഗിനകത്ത് 2 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ SUB എന്ന് പറഞ്ഞ ടാഗിനകത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ SUB/SUB എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ H എന്ന് എഴുതാം, SUB ഓപ്പൺ ചെയ്യാം, എന്നിട്ട് 2 എന്ന് എഴുതി /SUB എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് O എന്ന് എഴുതുക. അപ്പോൾ ഈ SUB എന്ന ഓപ്പണിംഗ് ടാഗിനും SUB എന്ന ക്ലോസിംഗ് ടാഗിനും ഇടയിലുള്ളത് എന്താണ്, 2 എന്നാണ് അല്ലേ. അപ്പോൾ ഈ 2 എന്തായിട്ട് വരും, Hൻ്റെ സബ്സ്ക്രിപ്റ്റായിട്ട് ചെറുതായിട്ട് താഴെ വരും. ഓക്കെ, അടുത്തത് SUP എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ക്രിപ്റ്റ് എന്നാണ് അതിനർത്ഥം. SUP സൂപ്പർ സ്ക്രിപ്റ്റ്. നമ്മൾ മാത്സിലൊക്കെ A² B² എന്നൊക്കെ ഉപയോഗിക്കാറില്ലേ. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ എൻ്റെ മുകളിൽ നമുക്ക് 2 വരണം അല്ലേ. ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SUP. ഓക്കെ, അപ്പോൾ വെബ് പേജിനകത്ത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വേർഡ്സൊക്കെ വരുന്ന സമയത്ത് നമ്മൾ 2 നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ A എന്ന് എഴുതുക, SUP എന്ന ടാഗ് എഴുതുക, 2 എന്ന് എഴുതുക, /SUP എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഔട്ട്പുട്ടിൽ A² എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അടുത്തത് ഹെഡിങ് ടാഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചത് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ്. ഫോർമാറ്റിംഗ് ടാഗ്സ് ഒരുപാടെണ്ണം പഠിച്ചു, ഇനിയും ഒരുപാടുണ്ട്. എങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ആവശ്യമുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഹെഡിങ് ടാഗ്സ് നോക്കാം. ഹെഡിങ് ടാഗ്സ് എന്ന് പറഞ്ഞാൽ HTML ഹെഡിങ്സ്. ഹെഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല സൈസുള്ള ഹെഡിങ്സ് ഉണ്ട് അല്ലേ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാം, ഹെഡിങ് കാണാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് ലെവൽ ഹെഡിങ് കുറച്ച് ചെറുതാണ്, അതിനേക്കാൾ ചെറുതാണ് അടുത്ത ഹെഡിങ്, അതിനേക്കാൾ ചെറുതാണ് അടുത്ത ഹെഡിങ്. അങ്ങനെ പല സൈസിലും നമുക്ക് ഹെഡിങ് വരയ്ക്കാം അല്ലേ. നമുക്ക് സബ് ഹെഡിങ് ഉണ്ടാവും അല്ലേ, മെയിൻ ഹെഡിങ് ഉണ്ടാവും. അങ്ങനെ ഹെഡിങ്ങിന് തന്നെ പല സൈസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ HTML
6 ലെവൽസ് ഓഫ് ഹെഡിങ്സ് ഉണ്ട്. 6 ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് H1 എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, H2 എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, H3 യൂസ് ചെയ്യാം, H4, H5, H6 ഇങ്ങനെ 6 ലെവൽസ് ഓഫ് ഹെഡിങ് ടാഗ്സ് HTML യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ H1 എന്ന് പറയുന്നതാണ്, അതിൽ H1 എന്ന ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹെഡിങ് ഏറ്റവും വലിയ ഹെഡിങ് വരണമെങ്കിൽ നമ്മൾ H1 എന്ന ടാഗിനകത്ത് വേണം ടെക്സ്റ്റ് എഴുതാൻ. ഓക്കെ, നമ്മൾ H6 എന്ന ടാഗിനകത്താണ് നമ്മൾ ഹെഡിങ് എഴുതുന്നതെങ്കിൽ ആ ഹെഡിങ് വളരെ ചെറുതായിരിക്കും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് ഡോക് ടൈപ്പ് HTML എന്ന് കൊടുത്തു, നിർബന്ധമില്ല കൊടുക്കാം. HTML എന്നെഴുതി ബോഡി ഓപ്പൺ ചെയ്തു, ടൈറ്റിലും ഹെഡും ഒന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ XHTML ആണെങ്കിൽ നിർബന്ധമാണ്. HTML ആണെങ്കിൽ ഇത് എഴുതിയില്ലെങ്കിലും വർക്ക് ചെയ്യും, പ്രോഗ്രാം റൺ ചെയ്യും, പക്ഷേ അത് എഴുതണം. HTML എന്നെഴുതി ബോഡി എഴുതി. ബോഡിക്കകത്ത് ഞാൻ ഇതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്? ഹെഡിങ്സ് ആണ് അല്ലേ. ഹെഡിങ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹെഡിങ് എന്താണ്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ്. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ ഞാൻ എങ്ങനെ എഴുതണം? ഏറ്റവും വലിയ ഹെഡിങ്ങിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ ഞാനത് H1 എന്ന ടാഗിനകത്ത് എഴുതണം. ഓക്കെ, H1 എന്ന ഓപ്പണിംഗ് ടാഗിനും H1 എന്ന ക്ലോസിംഗ് ടാഗിനും ഉള്ളിൽ വരുന്ന ടെക്സ്റ്റ് ആയിരിക്കും ഏറ്റവും വലിയ ഹെഡിങ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി തൊട്ട് താഴെ അത്ര വലുപ്പം വേണ്ട അല്ലേ, കുറച്ചൊന്ന് സൈസ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ എന്ത് കൊടുത്തു? H2 എന്ന് കൊടുത്തു, സെക്കൻഡ് ലെവൽ ഹെഡിങ്. കണ്ടോ? ദെൻ H3 കൊടുത്താൽ അതിനേക്കാൾ ചെറിയ ഹെഡിങ് ആയിരിക്കും. H4 അതിനേക്കാൾ ചെറിയ ഹെഡിങ് ആയിരിക്കും, ഫോർത്ത് ലെവൽ ഹെഡിങ്. H5 ഫിഫ്ത്ത് ലെവൽ ഹെഡിങ് അതിനേക്കാൾ ചെറുതായിരിക്കും. H6 കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഏറ്റവും ചെറിയ ഹെഡിങ് ആയിരിക്കും, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇനി നമുക്ക് ബോഡി ക്ലോസ് ചെയ്യണം, HTML ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് ടാഗാണ് IMG ടാഗ്. IMG ടാഗ് യൂസ് ചെയ്യുന്നത് നമ്മളെ വെബ് പേജിലേക്ക് ഒരു ഇമേജ് എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു വെബ് പേജിൽ ഒരു ഇമേജ് പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് IMG. ഇത് ഒരു empty ടാഗാണ്. empty ടാഗ് എന്ന് പറഞ്ഞാൽ അത് ക്ലോസിങ് ടാഗ് ഉണ്ടാവില്ല. ഓക്കെ, ദെൻ നമ്മളതിൽ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തായാലും എഴുതേണ്ട ഒരു ആട്രിബ്യൂട്ടാണ് SRC. SRC എന്ന് പറഞ്ഞാൽ സോഴ്സ്, അതായത് ഏത് ഇമേജിനെയാണ് നമ്മൾ എംബഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഇമേജിൻ്റെ പാത്ത് നമ്മൾ കൊടുക്കണം, URL. ഓക്കെ, അപ്പോൾ SRC ഇറ്റ് സ്പെസിഫൈസ് ദി URL ഓഫ് ദി ഇമേജ്. ഓക്കെ, ഇവിടെ ഞാൻ flower.jpg എന്നാണ് എൻ്റെ ഇമേജിൻ്റെ പേര്, അപ്പോൾ ഞാൻ അവിടെ കൊടുത്തു. അപ്പോൾ ഇത് ഡെസ്ക്ടോപ്പിലാണ് നിങ്ങളുടെ ഈ HTML ഡോക്യുമെൻറ്റും അതേപോലെ നിങ്ങളെ ഇമേജും ഉള്ളതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഇമേജിൻ്റെ പേര് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, SRC = ആ ഇമേജിൻ്റെ പേര് കൊടുക്കുക. ഇനി നിങ്ങൾ ഫയൽ ഏതെങ്കിലും ഒരു ഫോൾഡറിലും ഏതെങ്കിലും ഡ്രൈവിൽ ഫോൾഡറിലാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പാത്ത് പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വെക്കണം. ഓക്കെ, ദെൻ ഹൈറ്റും വിഡ്ത്തും നിങ്ങൾക്ക് കൊടുക്കണം, നിർബന്ധമില്ല. ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഹൈറ്റ് = 150 പിക്സൽ എന്ന് കൊടുത്തു, വിഡ്ത്ത് = 150 പിക്സൽ എന്ന് കൊടുത്തു. എന്തെങ്കിലും ഒരു പിക്സൽ വാല്യൂ കൊടുത്താൽ ആ ഇമേജിനൊരു ഹൈറ്റും വിഡ്ത്തും കിട്ടും. ദെൻ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അലൈൻ ചെയ്യാം. ആ ഇമേജ് നമ്മളെ വെബ് പേജിൽ എവിടെ സെൻറ്ററിൽ വരണോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ വരണോ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അലൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ട് ഒരു ഇമേജിനെ എംബഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എഴുതാണ്. ഏറ്റവും ടോപ്പിലായിട്ട് ഡോക് ടൈപ്പ് HTML കൊടുത്തു. ദെൻ HTML ടാഗ് ഓപ്പൺ ചെയ്തു. ഹെഡ് എന്ന ടാഗിനകത്ത് ടൈറ്റിൽ ടാഗ് എഴുതി. ഹെഡ് എന്ന ഓപ്പണിങ്ങിനും ഹെഡ് എന്ന ക്ലോസിംഗ് ടാഗിനും ഇടയിൽ ടൈറ്റിൽ ടാഗ് എഴുതി. ടൈറ്റിലായിട്ട് ഞാൻ ഇമേജ് എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ HTML ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിലായിട്ട് ഇമേജ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ വെബ് പേജിൻ്റെ കണ്ടൻറ്റായിട്ട് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബോഡിക്കകത്താണ് ഇമേജ് ഉള്ളത്, അപ്പോൾ ബോഡി ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇമേജ് എന്ന ടാഗിന് IMG എന്ന ടാഗ് വേണം കൊടുക്കാൻ. IMGക്കകത്ത് ആട്രിബ്യൂട്ട് ഏതാണ്? SRC. SRC = ആ ഇമേജിൻ്റെ പേര് ഇവിടെ wall എന്നാണ്. wall.jpg എന്ന് പറഞ്ഞൊരു ഇമേജ് എൻ്റെ ഡെസ്ക്ടോപ്പിലുണ്ട്. അപ്പോൾ ഞാനത് അവിടെ കൊടുത്തു. ഓക്കെ, വാല്യൂ കൊടുക്കുമ്പോൾ ഡബിൾ കോട്ട്സ് കൊടുക്കണം. എന്നിട്ട് ഹൈറ്റ് 100 പിക്സലും കൊടുത്തു, വിഡ്ത്ത് 200 പിക്സലും കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ഇമേജ് ആ ഒരു സൈസിൽ അവിടെ എംബഡായി. ഇനി നമുക്ക് ആ ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നിങ്ങളിത് സേവ് ചെയ്ത് കഴിഞ്ഞ് റൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഔട്ട്പുട്ട് കാണാം. അപ്പോൾ ആ ഇമേജ് ഇതിൽ നിങ്ങൾക്ക് കാണാം. ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഇമേജിൻ്റെ ടൈറ്റിൽ കണ്ടോ? ഇതാണ് ടൈറ്റിൽ നമ്മൾ കൊടുത്തത്. ഇവിടെ ഇമേജ് എന്ന് പറഞ്ഞ ടൈറ്റിലാണ്. ആ ടൈറ്റിൽ ഇവിടെ വന്നു. ദെൻ നമ്മൾ ഈ ഇമേജിൻ്റെ സോഴ്സ് അഡ്രസ്സ് wall.jpg എന്ന് കൊടുത്തതുകൊണ്ട് ആ ഇമേജ് ഇവിടെ എംബഡായി. അതിൻ്റെ ഹൈറ്റും അതേപോലെ വിഡ്ത്തും എന്തായി? നമ്മൾ കൊടുത്ത പോലെ 100 പിക്സലും 200 പിക്സലും ഹൈറ്റും വിഡ്ത്തുള്ളൊരു ഇമേജ് ഇവിടെ പ്ലേസ് ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആങ്കർ ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ വെബ് പേജിലേക്ക് ഒരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എ ടാഗ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും.
ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ്, ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. AHREF = hello.html എന്നിട്ട് നെക്സ്റ്റ് എന്ന് എഴുതി എ ടാഗ് ക്ലോസ് ചെയ്തു. ഇവിടെ നെക്സ്റ്റ് എന്ന് ഞാൻ എഴുതിയ ഇത് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ hello.html എന്ന പേജിലേക്ക് മൂവ് ചെയ്യുക, അതായത് അങ്ങോട്ട് പോവുക. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, നമ്മളെ വെബ് പേജിനകത്ത് നെക്സ്റ്റ് എന്ന് കാണാം. ആ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ hello.html എന്ന ഫയലിലേക്ക് പേജിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് HREF എന്ന് പറഞ്ഞിട്ട് ഏത് പേജിലേക്കാണോ നമുക്ക് പോകേണ്ടത് ആ പേജിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. HREF എന്നിവിടെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് അഡ്രസ്സ്, അതായത് നമ്മൾ ലിങ്കുള്ള പേജിൻ്റെ അഡ്രസ്സ്, ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് അഡ്രസ്സ്. അതാണ് നമ്മളിവിടെ എ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്. ഇമ്പോർട്ടൻ്റ് ആണ് എ ടാഗിൻ്റെ ആട്രിബ്യൂട്ട് HREF. ഓക്കെ, = ആ അഡ്രസ്സ്, ആ ലിങ്ക് ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സ്. ഓക്കെ, പിന്നെ നമ്മളൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് എന്ന ടെക്സ്റ്റിനകത്താണ് ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വേറെ പേജിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ ഈ നെക്സ്റ്റിന് പറയുന്ന പേര് ഹൈപ്പർ ടെക്സ്റ്റ് എന്നാണ്. ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ടെക്സ്റ്റ് ഏതാണോ ആ വേർഡിന് പറയുന്ന പേര് ഇവിടെ ഹൈപ്പർ ടെക്സ്റ്റ് എന്നാണ്. ആ ടെക്സ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 3 രീതിയിൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ആ വെബ്സൈറ്റിലുള്ള ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ കളറ് നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ബ്ലൂ കളറായിരിക്കും. ഓക്കെ, അൺവിസിറ്റഡ് ലിങ്ക് ആണെങ്കിൽ അതിൻ്റെ കളർ എന്തായിരിക്കും? ബ്ലൂ ആയിരിക്കും. നമ്മളത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ പർപ്പിൾ ആവും. ഓക്കെ, നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവായി നിൽക്കുന്ന സ്റ്റേജിൽ അതിൻ്റെ കളർ റെഡ് ആയിരിക്കും. ഇങ്ങനെ 3 കളർ അതിന് മാറി മാറി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആ ബ്ലൂ കളറിൽ ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ബ്ലൂ കളറിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാഗാണ് എ ടാഗ്. ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്, എ ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് HREF. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് അഡ്രസ്സ്. ഓക്കെ, റെഫറൻസ് ആയിട്ടുള്ള അഡ്രസ്സാണ് നമ്മൾ HREFൽ കൊടുക്കുന്നത്. ഏത് അഡ്രസ്സിലേക്കാണോ ഏത് പേജിലേക്കാണോ നമുക്ക് പോകേണ്ടത് അതിൻ്റെ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു പ്രോഗ്രാം എഴുതുന്നുണ്ട്. HTML ഹെഡ് ടൈറ്റിൽ കൊടുത്തു. നേരത്തെ അതേ പ്രോഗ്രാം തന്നെയാണ്. ഒരൊറ്റ ലൈൻ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ലൈന്? അതായത് നമ്മളെ ഇമേജിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാനൊരു ലിങ്ക് ഉണ്ടാക്കി. ലിങ്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് ഉണ്ടാക്കി. ഹൈപ്പർ ലിങ്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാ? എ ടാഗ്. എ എന്ന ടാഗിൻ്റെ അകത്ത് HREF = http://www.tkerala.com എന്ന് കൊടുത്തു. അപ്പോൾ എന്നിട്ട് visit.tkerala.com എന്ന ടെക്സ്റ്റും കൊടുത്തു. അപ്പോൾ ആ visit.tkerala.com എന്ന ടെക്സ്റ്റാണ് എ ടാഗിൻ്റെ അകത്തുള്ളത്. എ ടാഗിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എ എന്ന ഓപ്പണിംഗ് ടാഗിനും /a എന്ന ക്ലോസിംഗ് ടാഗിനും ഇടയിലുള്ള ടെക്സ്റ്റാണ് visit.tkerala.com. അപ്പോൾ ആ visit.tkerala.com എന്ന ടെക്സ്റ്റിനെ പറയുന്ന പേരാണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ടെക്സ്റ്റാണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഇപ്പോൾ അതിൻ്റെ കളർ നോക്കി, എന്ത് കളറിലുള്ളത്? ബ്ലൂ. അതായത് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ടില്ല. ഇനി ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ എന്താവും? പർപ്പിളാവും. അത് ആക്റ്റീവ് ആവുന്ന സമയത്ത് അതിൻ്റെ കളർ റെഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എവിടെയാണ് വന്നിട്ടുള്ളത്? ആ ഇമേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ എ ടാഗ് യൂസ് ചെയ്തത് അല്ലേ. IMG ടാഗ് കഴിഞ്ഞിട്ടാണ് എ ടാഗ് ഉപയോഗിച്ചത്. അതുകൊണ്ട് അതിന് തൊട്ട് താഴെയായിട്ടാണ് ഈ visit.tkerala.com എന്ന് നമ്മളെ ഇതിൽ കാണുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ ഈ visit.tkerala.com എന്നുള്ളത് ഇമേജിൻ്റെ തൊട്ട് താഴെ വരാൻ വേണ്ടി ഞാനൊരു ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ട്. ഏത് ടാഗാണ് തൊട്ട് താഴെ വരാൻ വേണ്ടി യൂസ് ചെയ്തതെന്ന്? BR ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബ്രേക്ക്, അതായത് IMG ടാഗിൻ്റെ തൊട്ട് താഴെ ആണ് ഈ visit.tkerala വരേണ്ടത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് BR. ഓക്കെ, നിങ്ങൾ കണ്ടോ BR എന്ന ടാഗ് യൂസ് ചെയ്തത്? ഈ BR ടാഗിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ക്ലോസിംഗ് ടാഗില്ല. അതേപോലെ IMG എന്ന ടാഗിൻ്റെ പ്രത്യേകത എന്താണ്? അതിനും ക്ലോസിംഗ് ടാഗില്ല. അത് രണ്ടും empty ടാഗിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മളിത് BR ടാഗ് കൊടുത്തിട്ടില്ല എങ്കിൽ ഈ visit.tkerala.com എന്നുള്ളത് ഇവിടെയാണ് വരിക. അതായത് ഇമേജ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് ഇവിടെയാണ് വരിക. ഓക്കെ, നമ്മൾ ഈ BR ടാഗ് കൊടുത്തത് കൊണ്ടാണ് അത് നെക്സ്റ്റ് ലൈനിൽ ഡിസ്പ്ലേ ചെയ്തത്. ഓക്കെ.